നിങ്ങളും ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുക. പ്രഭാതത്തിലായിരിക്കാം നിങ്ങൾ കേൾക്കുന്നത്, മധ്യാഹ്ന സമയത്തായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്, വൈകുന്നേരം ഒരു സമയത്തായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. സമയം ഏതുമാകട്ടെ, ഇപ്പോൾ ദൈവം നിന്നോട് പറയുന്നത് പുറകോട്ടോടരുതെന്നാണ്. പുറകോട്ടോടണ്ട, മുന്നോട്ടോട്. നീ മുന്നോട്ടോടിയാൽ ദൈവം നിനക്കൊപ്പം നിൽക്കും. ദൈവം നിനക്കൊപ്പം നിൽക്കും. സക്കേവൂസിന്റെ വീട്ടിൽ പോകാൻ വേണ്ടി യേശു പോയതല്ല, വേറെ എങ്ങോട്ടോ പോയതാണ്. പക്ഷെ അവിടുന്ന് വളഞ്ഞ് യേശു നടന്നത് സക്കേവൂസ് എന്ന വ്യക്തിയുടെ കുടുംബത്തിലേക്കാണ്. ഇന്ന് നിങ്ങൾ 10ാമത്തെ ദിവസം നിന്റെ വീട്ടിലേക്ക് ദൈവം നടന്നു വരുന്നൊരു സമയമാണ്. നിന്റെ വീട് രക്ഷപ്പെടുന്ന ദിവസം, നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസം. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് എഴുന്നേറ്റു നിന്ന് നിങ്ങളുടെ ജീവിതത്തെ എല്ലാം സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്ക്. എൻ്റെ വീട് സക്കേവൂസിൻ്റെ വീട് പോലെ എൻ്റെ വീടും ഈ ആരാധനയിൽ എൻ്റെ ദൈവം എന്നോട് പറയുക, രക്ഷപ്പെടുമെന്ന്. എൻ്റെ വീട് രക്ഷപ്പെടും. എൻ്റെ വീട്ടിൽ ദൈവം വസിക്കും. എൻ്റെ കുടുംബത്തിൽ ദൈവം വസിക്കും. എൻ്റെ കുടുംബം ദൈവത്തെ അറിയും. ദൈവത്തിന്റെ സ്നേഹം എന്നാന്നറിയും. ഇത്രയും നാൾ ഈ മനുഷ്യന് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എല്ലാരും നോക്കുന്നത് സക്കേവൂസിന്റെ വീട്ടിൽ യേശു വന്നപ്പം ആ വീട് സെന്റർ ഓഫ് അട്രാക്ഷനായി. അതായത് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നാളെ നീ ഒരു സെന്റർ ഓഫ് അട്രാക്ഷനായി. നിന്നെ എല്ലാവരും ശ്രദ്ധിക്കും. നിന്റെ കുടുംബത്തെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കും. നിന്റെ ഭാവിയെ അത്ഭുതത്തോടെ നോക്കിയിട്ട് പറയും, എങ്ങനെ എത്തി, എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ ഈ ജോലി കിട്ടി, എങ്ങനെ ഈ നല്ല കുടുംബജീവിതം, ദൈവം എൻ്റെ കൂടെ വന്നോണ്ടാണ് ഈ റിസൾട്ട് ഉണ്ടായെന്ന് അന്നേരം പറയണം. പ്രിയപ്പെട്ടവരെ, ദൈവം നിന്റെ ഭവനത്തിൽ വരുമ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നീ രക്ഷപ്പെട്ടിരിക്കും. ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച്, ജീവിതത്തെ മുഴുവൻ ഏൽപ്പിച്ച്. നിരാശ വേണ്ട, അത് കീറിക്കളയേണ്ട ഒരു താളാണ്. ജീവിതമാകുന്ന പുസ്തകത്തിൽ നിന്ന് ഒരു താള് കീറിക്കളഞ്ഞേ, നിരാശയുടെ താള് കീറിക്കള. എന്നിട്ട് മുന്നേ ഓട്. എന്നിട്ട് ഇങ്ങനെ പറ, ദൈവം എന്നെ രക്ഷിക്കും, എന്റെ ഭവനത്തെ ദൈവം രക്ഷിക്കും. ഈ അവസ്ഥകളും ഈ കുറവുകളും ഒക്കെ പരിഹരിക്കപ്പെടും. ദൈവം എന്നെ ഉയർത്തുമെന്ന് പറഞ്ഞ് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, എന്റെ കുടുംബത്തെ മുഴുവനായി ഏൽപ്പിക്കുന്നു. ഞാൻ പുറകോട്ടോടുന്നത് നിർത്തി. ഞാൻ പുറകോട്ടോടില്ല കർത്താവേ, ഞാൻ മുന്നോട്ടോടും. എനിക്ക് മുന്നോട്ടോടണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നിലൂടെ എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എന്നിലൂടെ എന്റെ കുടുംബം രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദിമാണ്. കണ്ണുനീർ തുടച്ച് എൻ്റെ കാര്യങ്ങളെ ദൈവം നടത്തിത്തരും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ കുടുംബത്തിൽ സക്കേവൂസ് ഒരു കുടുംബനാഥനാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. ആ മനുഷ്യനിലൂടെയാണ് ആ വീട് രക്ഷപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഈ 33 ദിവസത്തെ ശുശ്രൂഷയിൽ ശാലോൺ TV-യിലൂടെ നമ്മൾ കാണുമ്പോൾ നിങ്ങളെന്ന വ്യക്തിയിലൂടെ നിങ്ങളുടെ വീട് രക്ഷിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടുമെന്ന് ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സക്കേവൂസ് ഇപ്പോൾ പറയുകയാണ്, എനിക്ക് തിരക്കാണ്, എനിക്ക് ഒത്തിരി സാമ്പത്തിക കാര്യം ചെയ്യാനുണ്ട്, എനിക്ക് 1-2 വീടുകളിലൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ യേശു ആ വീട്ടിൽ വരുമായിരുന്നോ? അവിടെ സമയം മാറ്റിവെച്ചു. തിരക്കുണ്ടായിരുന്നു. പല കാര്യങ്ങളും, സാമ്പത്തിക കാര്യങ്ങൾ ക്രമപ്പെടുത്താനും പറയാനും പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു. ആൾ സമ്പന്നനായിരുന്നു. അന്നത്തെ കാലത്ത് ഒത്തിരി ഉത്തരവാദിത്തമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അതൊക്കെ മാറ്റിയിട്ട് എന്തു ചെയ്തു എന്ന് എഴുതിയിരിക്കുകയാണ്. യേശുവിന് വേണ്ടി കാണാൻ വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച ആ സമയമാണ് വീടിന് അനുഗ്രഹമായ സമയം. ആമേൻ. ഒരിക്കൽ കൂടി പറയാം, സക്കേവൂസ് യേശുവിനെ കാണാനും അടുത്തറിയാനും ആഗ്രഹിച്ച ആ സമയമാണ് ആ വീട് രക്ഷപ്പെടാൻ കാരണമായ സമയം. ആ വീട്ടിലുള്ള ആളുകൾ ദൈവത്തെ അറിഞ്ഞ സമയം. അപ്പോൾ സക്കേവൂസിനെ പോലെ ആരെങ്കിലും ഒക്കെ വേണം കേട്ടോ. നമ്മുടെ വീടുകളിൽ എല്ലാവരും തിരക്കാണ്, സമയമില്ല,
ഡ്യൂട്ടിയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, ചെയ്യാനുണ്ട്, എനിക്ക് പാർട്ടിയുണ്ട്, എനിക്കൊരു സെലിബ്രേഷനുണ്ട്, എനിക്ക് അവിടെ പോകാനുണ്ട്, എനിക്കൊന്ന് ഔട്ടിംഗ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്നിലൂടെ ഒരു വീട് രക്ഷപ്പെടില്ല. എല്ലാം വേണം. ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച സമയം നിനക്ക് വേണം. ദൈവത്തെ ആരാധിക്കുന്നൊരു സമയം നിൻ്റെ ജീവിതത്തിൽ വേണം. ഇതൊക്കെ ഉണ്ടേലേ ദൈവം നിൻ്റെ വീടിനോടടുക്കൂ. അല്ലെങ്കിൽ ദൈവം മുന്നിലെ റോട്ടിൽ കൂടി അങ്ങ് നടന്നു പോവുള്ളൂ. നിൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞു വരണമെങ്കിൽ നീ ഒന്ന് തിരിയണം. ഞാൻ തിരിഞ്ഞാലേ ദൈവം എന്നിലേക്ക് തിരിയൂ. അല്ലാതെ ദൈവം അങ്ങനെ പോകുമ്പോൾ ഇങ്ങ് വന്നോളും, അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടന്നോളും എന്നൊക്കെ ചുമ്മാ ജനറലൈസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാതെ, വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ, ദൈവം എന്നിലേക്ക് തിരിയണമെങ്കിൽ, എൻ്റെ വീട്ടിൽ വരണമെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് തിരിയണം. ഞാൻ സമയം മാറ്റി വയ്ക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്മനമിളകാതെ, നിന്മനം പതറാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്നിലൂടെ എന്നെ കേൾക്കുന്ന ഒത്തിരി അപ്പച്ചന്മാരുണ്ട്, അമ്മമാരുണ്ട്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് വരാൻ അടുത്ത് നിൽക്കുന്നവരുണ്ട്, യുവാക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾക്കിങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റുമോ? ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ ദൈവത്തിന്? എന്നിലൂടെ എൻ്റെ വീട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയാൻ പറ്റുമോ? വെറുതെ കേട്ട് ഒരു പാട്ടുപാടി എന്തൊക്കെയോ പ്രാർത്ഥിച്ച് സാധാരണ പോലെ ഓഫാക്കി പോകാതെ മനസ്സുകൊണ്ട് ദൈവത്തോട് പറയാൻ പറ്റുമോ? ഈ വിമല ഹൃദയ പ്രതിഷ്ഠ, ഈ ശാലോൺ TV കൂടുന്ന ഞാൻ ഈ ദൈവസാന്നിധ്യത്തിൽ ഇരുന്ന് പറയുകയാണ്, എന്നിലൂടെ എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും. ഞാനൊരു അനുഗ്രഹമായി മാറും എന്ന് പറ. സക്കേവൂസ് ഈ വീട്ടിൽ, ആ കുടുംബനാഥൻ ആ മക്കൾക്കും ആ ഭാര്യയ്ക്കും അനുഗ്രഹമായി മാറി. അങ്ങനെ എത്ര ഭർത്താക്കന്മാരുണ്ട്, അങ്ങനെ എത്ര അമ്മമാരുണ്ട്. നിങ്ങളിലൂടെ ഒരു അനുഗ്രഹമായി മാറിയ എത്ര വീടുകളുണ്ട്. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് വീടുകൾ ഉണ്ടാകട്ടെ, ലക്ഷക്കണക്കിന് കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ. നിങ്ങളിലൂടെ രക്ഷപ്പെട്ട ആ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ. നിങ്ങളിലൂടെ ഒരാൾ തകർന്നു എന്ന് പറയാൻ ഇടവരുത്. നിങ്ങൾ കാരണം മടുത്തു എന്ന് പറയാൻ ഇടവരുത്. നിങ്ങൾ കാരണം എൻ്റെ കണ്ണിലെ കണ്ണുനീര് തോരുന്നില്ല, അങ്ങനെ പറയരുത്. നമ്മളെ നോക്കി നിങ്ങളൊരു അനുഗ്രഹമാണെന്ന് 10 പേര് നമ്മളെ നോക്കി പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. സക്കേവൂസിനെ നോക്കി ചിലപ്പോൾ ഭാര്യ പറഞ്ഞു, മക്കൾ പറഞ്ഞു കാണും, നിങ്ങളൊരു ഭാഗ്യവാ, എനിക്കിങ്ങനെ ഒരാളെ ദൈവം തന്നു, ഇങ്ങനൊരു അപ്പനെ വീട്ടിൽ തന്നു, ഇങ്ങനെ ഒരു ഭർത്താവിനെ ദൈവം തന്നു, ഇങ്ങനെ ഒരു മകനെ എനിക്ക് തന്നു. എൻ്റെ വീട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് നിന്നിലൂടെയാണ്. അങ്ങനെ പറയാൻ ഇടവരട്ടെ. പരിശുദ്ധ അമ്മ അതിനെ നിന്നെ സഹായിക്കും. നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന്, നിങ്ങളുടെ പ്രാർത്ഥനയോടെ ഇരുന്ന്, അതിനുമുമ്പ് ഈ പാട്ടിൻ്റെ 4 ലൈൻ ശ്രദ്ധിക്കുക. നിന്മനമിളകാതെ, നിന്മനം പതറാതെ. ഒന്ന് കേട്ടെ അത്. ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. സ്വരം ഉയർത്തി ഒന്ന് വിശ്വാസത്തിൽ പ്രഖ്യാപിച്ച്, നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.